കേരള രാഷ്ട്രീയത്തിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ ഒരു സസ്പെൻസ് ത്രില്ലറിനെ വെല്ലുന്ന രീതിയിലാണ് മുന്നേറുന്നത്. കേരള രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തുന്ന അത്യന്തം നാടകീയമായ ചില നീക്കങ്ങളാണ് ഇപ്പോൾ പാണക്കാട് തറവാട്ടിലെ അടച്ചിട്ട മുറികളിൽ നടക്കുന്നത്. UDFിന്റെ ഭാവി നിർണയിക്കുന്ന കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള ആ പോരാട്ടം ഇപ്പോൾ അയൽ സംസ്ഥാനമായ കർണാടകയിലേക്കും നീണ്ടിരിക്കുന്നു. VD സതീശന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കുക എന്ന ദൗത്യവുമായിട്ട് സാക്ഷാൽ സിദ്ധരാമയ്യ തന്നെ നേരിട്ട് കളത്തിലിറങ്ങിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കർണാടക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി സമീർ അഹമ്മദ് പാണക്കാടെത്തിയത് വെറുമൊരു സന്ദർശനത്തിനല്ല, മറിച്ച് ഹൈക്കമാൻഡ് ഒരുക്കിയ ഒരു കൃത്യമായ തിരക്കഥയുടെ ഭാഗമാണ് എന്ന് വ്യക്തം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സിദ്ധരാമയ്യയെ മുൻനിർത്തി ഹൈക്കമാൻഡ് ഭയറ്റുന്നത് വലിയൊരു ചതുരംഗ കളി തന്നെയാണ്. സതീശന് വേണ്ടി ലീഗ് വാദിക്കുമ്പോൾ അണിയറയിൽ മുഖ്യമന്ത്രി കസേര KC വേണുഗോപാലിന് ഉറപ്പിക്കാനാണ് ഈ നീക്കങ്ങളെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും കർണാടക മുഖ്യമന്ത്രിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വെറും അഭിനന്ദനങ്ങൾ മാത്രമായിരുന്നില്ല ചർച്ചയായത്. ബാംഗ്ലൂർ KMCയുടെ നേതൃത്വ പദവിയിൽ നിന്നും ഒരാളെ കർണാടക നിയമസഭയിൽ MLC ആക്കണമെന്ന മോഹന വാഗ്ദാനം ലീഗ് നേതൃത്വത്തിന് മുന്നിൽ സിദ്ധരാമയ്യ വെച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടെ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം കർണാടകയിലെ അധികാര ശക്തി ഉപയോഗിച്ച് ലീഗിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു എന്നാണ്. ബാംഗ്ലൂർ KMCയുടെ നേതൃത്വ പദവിയിൽ നിന്നും ഒരാളെ കർണാടക നിയമസഭയിൽ MLC ആക്കാമെന്ന വാഗ്ദാനം ലീഗിന് മുന്നിൽ വെത്തിയതോടെ കേരള രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും കാസർഗോഡ് നിയുക്ത MLA കലഡ്ര മഹിൻ ഹാജിയും സിദ്ധരാമയ്യയെ കണ്ടപ്പോൾ തന്നെ ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. അതേസമയം കോൺഗ്രസിനുള്ളിൽ തർക്കം മുറുകുകയാണ്. ഒരു വിഭാഗം നേതാക്കൾ VD സതീശന്റെ പോരാട്ട വീരത്തെ പിന്തുണയ്ക്കുമ്പോൾ ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ വേണുഗോപാലിനെ കൊണ്ടുവന്ന് ഗ്രൂപ്പ് വൈര്യം അവസാനിപ്പിക്കാനാണ് മറുഭാഗത്തിന്റെ നീക്കം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത പരീക്ഷണ കാലമാണ്. സതീശനുമായുള്ള ആത്മബന്ധം നിലനിർത്തണോ അതോ കർണാടകയിലെ വാഗ്ദാനങ്ങളും ഹൈക്കമാൻഡിന്റെ താൽപര്യവും പരിഗണിച്ച് വേണുഗോപാലിലേക്ക് മാറണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് അവർ. പാണക്കാട് തറവാട്ടിലെ ആ അടച്ചിട്ട മുറിയിൽ സമീർ അഹമ്മദ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ UDFിനുള്ളിലെ ശക്തി സമവാക്യങ്ങളെ അടിമുടി മാറ്റാൻ പോകുന്നവയാണ്. കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ആ നിർണായക തീരുമാനം പാണക്കാട് നിന്നും എപ്പോൾ വേണമെങ്കിലും പുറത്തു വരാം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഈ തർക്കം കേവലം ഗ്രൂപ്പ് പോരല്ല, മറിച്ച് UDFിന്റെ അസ്തിത്വവും വരാനിരിക്കുന്ന ഭരണത്തിന്റെ മുഖച്ഛായയും തീരുമാനിക്കുന്ന ഒരു മഹാപോരാട്ടമായി മാറുകയാണ്.